ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് ഗുഡ് വിൽ വാല്യുവേഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. മൂന്നാമത്തെ മെത്തേഡാണ് ഇന്ന് എടുക്കുന്നത്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ് വിൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ക്യാപിറ്റലൈസിങ് ദ ആവറേജ് പ്രോഫിറ്റ് ഓർ സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്താണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു capitalized value is equal to average profit into capitalized value is equal to average profit into average profitനെ നോർമൽ റേറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡിടും. അതായത് 100/റേറ്റ്. 10% ആണ് 100/10, 5% 100/5 അങ്ങനെ വരും. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. ഇനി ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സും ക്വസ്റ്റിനിൽ തന്നിരിക്കും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നെറ്റ് അസറ്റ്സ് മൈനസ് ചെയ്യുന്നതാണ് ഇത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി നോക്കാം. എ ബിസിനസ് ഹാസ് ഏൺഡ് ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ്, ഇവിടെ ആവറേജ് പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് 1 lakh ഡ്യൂറിങ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. എത്ര വർഷത്തെ ഞാൻ തന്നിട്ടില്ല, ഫ്യൂ ഇയേഴ്സത്തെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ സിമിലർ ബിസിനസ് ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ വാല്യൂ നെറ്റ് അസറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 8,20,000. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇത് ആവറേജ് പ്രോഫിറ്റ്. നോർമൽ റേറ്റ് തന്നിട്ടുണ്ട് 10%. പിന്നെ നെറ്റ് അസറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇക്വേഷൻ ആദ്യം എഴുതണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/റേറ്റ്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 1 lakh നമുക്ക് തന്നിട്ടുണ്ടാണ്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1 lakh. ആവറേജ് പ്രോഫിറ്റ് 1 lakh ഇൻറ്റു 100/10 ഈസ് ഈക്വൽ ടു 10 lakh വരും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 10 lakh. ഇനി എന്ത് ചെയ്യണം? നെറ്റ് അസറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. നെറ്റ് അസറ്റ്സ് എത്രയാണ്? ഫെയിമിൻ്റെ നെറ്റ് അസറ്റ്സ് തന്നിരിക്കുന്ന എടുത്തെഴുതുക. നെറ്റ് അസറ്റ്സ് 8 lakh വാല്യൂ ഓഫ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, 8,20,000 നെറ്റ് അസറ്റ്സ് ഈസിക്കൽ ടു 8,20,000. ഇനി ഗുഡ് വില്ല് കാണാൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നെറ്റ് അസറ്റ് കുറച്ചാൽ മതി. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നെറ്റ് അസറ്റ്സ് മൈനസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. 10 lakh മൈനസ് നെറ്റ് അസറ്റ്സ് 8,20,000 ഈസ് ഈക്വൽ ടു ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു 1,80,000. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. അത് നന്നായിട്ട് വീണ്ടും ചെയ്ത് പഠിക്കുക. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ കിട്ടും. ആളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അത് ചെയ്ത് പഠിക്കുക. ഇത് പഠിച്ച് പരിശീലനം ചെയ്യുന്ന ആളുകൾ ഇത് പാസ്സാകും. അതുകൊണ്ട് ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.